ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൂതനാമോക്ഷമാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നന്ദഗോപര് കംസന് കരം കൊണ്ട കൊടുക്കുകയും അതിനുശേഷം വസുദേവരെ ചെന്ന് കാണുകയും വസുദേവര് ചില സൂചനകൾ, ചില അപകട സൂചനകൾ നൽകുകയും ചെയ്തു എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പൂതനാമോക്ഷമാണ് പറയുന്നത്. എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് അവസാനം വരെ കേട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ 10 ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ വധിക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി കംസനാൽ നിയോഗിക്കപ്പെട്ട നിഷ്ഠൂരന്മാരായ അസുരന്മാരിൽപ്പെട്ട പൂതന എന്ന രാക്ഷസി അതിമനോഹരിയായ ഒരു സ്ത്രീയുടെ വേഷം കെട്ടുകയും പല ഗ്രാമങ്ങളിലും ഗൃഹങ്ങളിലും കയറി വിഷം ലേപനം ചെയ്ത മുല നൽകി ഒട്ടുമിക്ക കുഞ്ഞുങ്ങളെയും കൊന്ന് ഒടുവിൽ എവിടെ എത്തിച്ചേർന്നു? നന്ദഗോപൻ്റെ വസതിയിലും എത്തിച്ചേർന്നു. കാരണം എവിടെയാണ് ഈ കുട്ടി എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ 10 ദിവസം വരെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നാണ് ഈ ദുഷ്ടരാക്ഷസി അവസാനം എവിടെ എത്തിച്ചേരുന്നത്? നന്ദഗോപൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേരുന്നത്. ആര് കണ്ടാലും കൊതിക്കും. അത്ര സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപമാണ് ഈ പൂതന ധരിച്ചത്. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ, പൂതന എന്ന സ്ത്രീ, മന്ദം കുണുങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ ശയിക്കുന്ന ആ തൊട്ടിലിൻ്റെ അരികിലേക്ക് വരികയാണ്. മഹാലക്ഷ്മിയെപ്പോലെ ഐശ്വര്യവതിയും രൂപവതിയുമായ ആ സ്ത്രീ ആരാണ് എന്ന് അവിടെ കൂടിയിരുന്ന ഗോപികമാര് പരസ്പരം ചോദിച്ചു. കുഞ്ഞിനെ കാണാൻ പലരും വരും. അക്കൂട്ടത്തിൽ നന്ദഗോപൻ്റെയോ യശോദയുടെയോ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇവൾ എന്നാണ് അവർ ധരിച്ചത്. അതിൻ്റെ അടുത്തായിട്ട് ധാരാളം ഗോപന്മാരും നിൽക്കുന്നുണ്ടായിരുന്നു. അവരും ഈ പൂതനയെ കാണുന്നുണ്ട്. അവരും വിചാരിച്ചത് യശോദയുടെയോ അല്ലെങ്കിൽ നന്ദഗോപരുടെയോ ആരെങ്കിലും ബന്ധുവായിരിക്കും എന്ന ചിന്തയാണ് അവർക്കുമുണ്ടായത്. അതുകൊണ്ട് അവരൊരു സംശയമൊന്നും പ്രകടിപ്പിച്ചില്ല. കാരണം ധാരാളം ആളുകൾ കുഞ്ഞിനെ കാണാൻ എപ്പോഴും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുഞ്ഞിൻ്റെ അടുത്ത് യശോദയും രോഹിണിയും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ പരിസരത്ത് ഗോപന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കും യാതൊരു സംശയവും തോന്നിയില്ല. കാരണം കുഞ്ഞിനെ കാണാൻ ദിവസവും ധാരാളം ജനങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും കരുതി രോഹിണിയുടെയോ യശോദയുടെയോ അല്ലെങ്കിൽ നന്ദഗോപരുടെയോ ആരെങ്കിലും ബന്ധുവായിരിക്കും എന്നാണ് അവരും കരുതിയത്. അങ്ങനെ പൂതന കുഞ്ഞു കിടന്നുറങ്ങുന്ന ആ തൊട്ടിലിൻ്റെ അരികിലേക്ക് എത്തുന്നു. കുഞ്ഞ് ഉറങ്ങുകയാണ്. വൈകുണ്ഠനാഥൻ, ലോകൈകനാഥൻ കപടനിദ്ര ചെയ്യുകയാണ് എന്ന് പൂതനയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ അവൾ ഭയന്നു. കാരണം ആ കുഞ്ഞിൽ പരിലസിച്ചിരിക്കുന്ന തേജസ് കണ്ടിട്ടാണ് ആ നിമിഷം പൂതന ഭയന്നത്. അതിനുശേഷം ആ രാക്ഷസി കുഞ്ഞിനെ തൊട്ടിലിൽ നിന്ന് വാരിയെടുക്കുന്നു. എന്നിട്ട് മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഈ കുഞ്ഞിന് ധാരാളം ചുംബനങ്ങൾ നൽകുന്നു. പിന്നീട് തനിക്ക് വലിയ സ്നേഹമാണ് എന്ന് ഭാവിച്ചുകൊണ്ട് വിഷം പുരട്ടിയ ആ മുലഞ്ഞെട്ടുകൾ ലോകൈകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉണ്ണിവായ്ക്കകത്തേക്ക് തിരുകി കയറ്റുന്നു. അത് കണ്ടതും അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊക്കെ ഈ സ്ത്രീക്ക് എന്തൊരു സ്നേഹമാണ് ഈ കുഞ്ഞിനോട് എന്ന് കരുതി അവർ പരസ്പരം നോക്കി ചിരിച്ചു. ആ ശിശു തൻ്റെ കൊച്ചു കൈകൊണ്ട് ആ പൂതനയെ, ആ രാക്ഷസിയെ മുറുക്കെ പിടിച്ചു. എന്നിട്ട്
അവളുടെ മുലമേൽ പുരട്ടിയിരുന്ന ആ വിഷം ആ കുഞ്ഞു കൈകൊണ്ട് ലോകൈകനാഥൻ തൂത്തുകളഞ്ഞു. എന്നിട്ട് ആ മുലയിലുണ്ടായിരുന്ന പാല് വലിച്ചു കുടിക്കുവാൻ തുടങ്ങി. പക്ഷേ ആ മുലയിൽ പാലുണ്ടായിരുന്നില്ല. കുഞ്ഞുകൃഷ്ണൻ ആ മുലയിലൂടെ അവളുടെ ജീവനെയാണ് വലിച്ചു കുടിച്ചത്. വേദന കൊണ്ട് ആ രാക്ഷസി പുളയുകയും ഞെളിയുകയും ചെയ്തു. എന്നിട്ട് കുഞ്ഞിനെ തള്ളി മാറ്റാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ തള്ളി മാറ്റാനായി ശ്രമിക്കുമ്പോൾ കുഞ്ഞ് തൻ്റെ 2 കൈകൊണ്ടും അവളെ അള്ളിപ്പിടിച്ചിട്ട് ശക്തിയോടുകൂടി വലിച്ചു കുടിക്കുവാൻ തുടങ്ങി. വിടു വിടു ഉണ്ണി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മുഖം രാക്ഷസി വീണ്ടും വീണ്ടും തള്ളി മാറ്റുകയാണ്. പക്ഷേ ലോകൈകനാഥൻ അത് ശ്രദ്ധിച്ചതേയില്ല. ഒന്നും ശ്രദ്ധിക്കാതെ, ഒന്നും സംഭവിക്കാത്തതുപോലെ ആ കുഞ്ഞ് മുല വലിച്ചു കുടിക്കുവാൻ തുടങ്ങി. ഒടുവിൽ പ്രാണവേദനയോടുകൂടി ആ രാക്ഷസി തൻ്റെ സ്വന്തം രൂപം സ്വീകരിക്കുകയും കൈകാലുകൾ നിലത്തടിച്ച് ഞെളിഞ്ഞ് പുളഞ്ഞ് പല്ലുകളിളിച്ച് 8 ദിഗന്ധങ്ങളും മുഴങ്ങുമാറ് അലറി വിളിച്ച് കണ്ണുകൾ തുറിച്ച് ഒരു വൻമല പോലെ ചത്തുമറിഞ്ഞ് വീഴുകയാണ്. അവളുടെ നവദ്വാരങ്ങളിലും രോമകൂപങ്ങളിലും കൂടി രക്തം പുറത്തേക്ക് വരുന്നു. അങ്ങനെ പ്രാണനെ പ്രാണദായകനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, തൻ്റെ പ്രാണനെ സമർപ്പിച്ചുകൊണ്ട് ആ രാക്ഷസി ലോകം വെടിയുന്നു. ശ്രീകൃഷ്ണന് കുടിക്കുവാൻ പ്രാണൻ നൽകിയ പൂതനയ്ക്ക് അതോടുകൂടി മോക്ഷം നൽകുകയാണ്. ഇവിടെ ഭഗവാന് മുലയൂട്ടി പൂതന, അതുകൊണ്ട് തന്നെ മുലയൂട്ടി വളർത്തിയ യശോദയ്ക്ക് തുല്യമായ സ്ഥാനം അത് ഭഗവാന്റെ മനസ്സിൽ ആ സമയത്ത് പൂതനയ്ക്കുണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുക്തിയേക്കാൾ ശ്രേഷ്ഠമായ പദവി ഭഗവാൻ പൂതനയ്ക്ക് കൊടുത്തു എന്നും പറയുന്നു. അങ്ങനെ ഒരു കരിമല കണക്കെ ചത്തുമലച്ചു കിടക്കുന്ന ആ രാക്ഷസിയെ കാണുവാൻ അവിടേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. എല്ലാവരും ചുറ്റും കൂടി ആ രാക്ഷസിയെ ഇങ്ങനെ കാണുകയാണ്. തങ്ങളുടെ പൊന്നുണ്ണി പൈതലിനെ നശിപ്പിക്കുവാൻ എത്തിയ ആ പൂതനയെ അവരെല്ലാവരും അതിശയത്തോടുകൂടി നോക്കുകയാണ്. പൂതനയുടെ വിസ്താരമേറിയ കറുത്ത ആ ശരീരത്തിൽ ഉന്നതങ്ങളായ 2 മലകൾ പോലെ കിടക്കുന്ന ആ മുലകൾക്കിടയിൽ ഒന്നുമറിയാത്തവനെ പോലെ കൈകാലുകൾ ഇളക്കി കിടക്കുന്ന ആ കുഞ്ഞിനെ കണ്ടിട്ട് ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്ത് ചുംബിക്കുന്നു. അപ്പോഴേക്കും യശോദയും രോഹിണിയും ഓടി വരുന്നു. യശോദ ഗോപസ്ത്രീകളുടെ കയ്യിൽ നിന്നും തൻ്റെ പൊന്നോമന കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിച്ചു. കുഞ്ഞിനെ വാങ്ങി ചുംബിച്ച് മുലപ്പാൽ നൽകിയതിനു ശേഷം കാലദോഷപ്പിഴ നീങ്ങുവാനും രാക്ഷസി തൊട്ടതു മൂലമുണ്ടായ അശുദ്ധി മാറുവാനും വേണ്ടിയിട്ട് യശോദ പശുക്കളുടെ വാലുകൾ കൊണ്ട് പൈതലിനെ ഉഴിയുകയും ഗോമൂത്രത്തിൽ കുളിപ്പിക്കുകയും ഒരു ബ്രാഹ്മണനെ വിളിച്ച് അപ്പോൾ തന്നെ ശുദ്ധികർമ്മം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എല്ലാ ദേവീദേവന്മാർക്കും കുഞ്ഞിൻ്റെ രക്ഷയ്ക്കു വേണ്ടി വഴിപാടുകൾ നേരുകയും ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് മുറിയിൽ ചെന്ന് അതിന് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മധുരാപുരിയിൽ പോയിരുന്ന നന്ദഗോപര് ആ സമയം അവിടേക്ക് എത്തിച്ചേർന്നു. വന്നപ്പോൾ തന്നെ സർവ വിവരങ്ങളും ഗോപന്മാരിൽ നിന്നും അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞിരുന്നു.
ചത്തുമലച്ചു കിടക്കുന്ന പൂതനയുടെ ജഡം കണ്ട് പാവം ഞെട്ടി വിറച്ചുപോയി. എൻ്റെ കൺമണിക്ക് വല്ലതും പറ്റിയോ യശോദേ എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുറിക്കകത്തേക്ക് പ്രവേശിച്ചത്. കണ്ണുകളും അടച്ച് മുല വലിച്ചു കുടിച്ചുകൊണ്ട് അമ്മയുടെ കൈത്തലത്തിൽ ശയിക്കുന്ന ആ ഓമലിനെ വാരി എടുത്ത് ഒന്ന് ചുംബിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് വരുന്നു. വസുദേവൻ പറഞ്ഞത് എത്രയോ പരമാർത്ഥമായിരിക്കുന്നു. അദ്ദേഹം ഒരു ദിവ്യൻ തന്നെയാണ്, സംശയമില്ല എന്ന് ചിന്തിക്കുകയാണ് നന്ദഗോപര്. അങ്ങനെ മനസ്സുകൊണ്ട് നന്ദഗോപര് വസുദേവനോട് നന്ദി പ്രകടിപ്പിച്ചു. പിന്നീട് ഗോപന്മാരെല്ലാവരും കൂടി ചേർന്ന് ആ പൂതനയുടെ ആ വലിയ ശരീരം വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കുകയും ദൂരത്തുള്ള വിജനമായ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തു. അവളുടെ ശവശരീരം കത്തിയപ്പോൾ ഉണ്ടായ ആ പുകയ്ക്ക് സുഗന്ധമായിരുന്നു. കാരണം പൂതനയ്ക്ക് ഭഗവാൻ മാതൃസ്ഥാനം നൽകി. അതോടുകൂടി അവൾ പുണ്യവതിയായി കഴിഞ്ഞു. കാരണം ഭഗവാന് മുലയൂട്ടിയവളാണ് പൂതന. വെറും ഒരു മാതാവിൻ്റെ സ്ഥാനമായിരുന്നില്ല അത്. ഭഗവാൻ ശ്രീകൃഷ്ണന് അവള് പ്രാണനായിരുന്നു നൽകിയത്. അവളുടെ പ്രാണനാണ് ഭഗവാന് നൽകിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി തന്നെ മരണത്തിനു ശേഷം പൂതനയ്ക്ക് ഭഗവാൻ നൽകി. അതുകൊണ്ടാണ് അവളുടെ ശവശരീരത്തിന് ഇത്രയും സുഗന്ധമുണ്ടായത്. അവളുടെ ആ ശരീരം ദഹിപ്പിച്ചപ്പോൾ ഉണ്ടായ പുകയ്ക്ക് ഇത്രയും സുഗന്ധമുണ്ടായതിൻ്റെയും കാരണം അവൾ ആ സമയം പുണ്യവതിയായി കഴിഞ്ഞിരുന്നു. ഇതാണ് ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്ന പൂതനാമോക്ഷം. പൂതനാമോക്ഷം കേട്ടു പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനും മോക്ഷമുണ്ടാകുന്നു എന്നാണ് വിശ്വാസം. അവൻ്റെ എല്ലാ കർമ്മദോഷങ്ങളും അകലും എന്നാണ് വിശ്വാസം. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് പൂതനാമോക്ഷം നന്നായി മനസ്സിലായോ? ഭഗവാൻ എന്തുകൊണ്ടാണ് പൂതനയ്ക്ക് മാതൃസ്ഥാനം നൽകിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് പൂതനയുടെ ശവശരീരം ദഹിപ്പിച്ചപ്പോൾ ആ പുകയ്ക്ക് സുഗന്ധമുണ്ടായത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചത്തുമലച്ചു കിടക്കുന്ന ആ പൂതനയുടെ മാറിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പേടിയോടുകൂടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന യശോദാറാണിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പുണ്യവതികളായി മാറി നിങ്ങൾ ഓരോരുത്തരുമെന്ന് കരുതുക. ഹരേ കൃഷ്ണ. ഇന്നത്തെ ചോദ്യം: പൂതനയുടെ മരണത്തിനു ശേഷം യശോദാറാണി എന്തു ദ്രവ്യം ഉപയോഗിച്ചിട്ടാണ് ദോഷം മാറുന്നതിനായിട്ട് ഉണ്ണികൃഷ്ണനെ കുളിപ്പിച്ചത്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഓരോരുത്തരും കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.